ഹലോ കൂട്ടുകാരെ, ദിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നാടൻ എല്ല് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് വേണ്ടത് ഒരു 4 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അടുത്തത് ഇഞ്ചി. ഞാനാണെങ്കിൽ ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി കൈകൊണ്ട് അരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഞാനൊരു 4 ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ഒരു കുടവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് ഒരു തേങ്ങ ഒരു 1/4 ഭാഗം, പിന്നെ ആണെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയുടെ ചെറിയൊരു കഷ്ണം തക്കാളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഞങ്ങൾ പാകം ചെയ്യാൻ എടുത്തിരിക്കുന്നത് 1 കിലോ വാരിയല്ല. പിന്നെ ഒരു സോസ് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇത് ആദ്യം നമുക്കിവിടെ വറുക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് മൂപ്പിക്കാൻ വേണ്ടിയുള്ള എണ്ണയാണ്. അതിനകത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്ത് ഇട്ട് നമ്മൾ വഴറ്റുകയാണ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു ചെറിയ ചുവപ്പ് കളർ വരുന്നിടം വരെയാണ് നമ്മൾ ഇട്ട് വഴറ്റുന്നത്. ചെറിയ ഫ്ലെയിം കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് തവിയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ശരിക്കും ഇതിനൊരു ചെറിയൊരു കളർ ചേഞ്ച്, അതായത് ഏകദേശം ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ചേഞ്ച് വരുന്നിടം വരെയാണ് നമ്മൾ വഴറ്റേണ്ടത്. കരിഞ്ഞു പോകാൻ നോക്കണം. ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ. അതിനകത്തേക്ക് പിന്നെ കറിവേപ്പില ഒരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ, ചെറിയൊരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇതാവണം. കറിവേപ്പിലയുടെ പാകത്തിനുള്ളൊരു മൂപ്പാവണം. പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങൾ ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ചെറിയ ഫ്ലെയിം ഇട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ ഇത് കരിയാതിരിക്കാൻ വേണ്ടിയാണ്. അത് തന്നെയല്ല, ഈ പൊടികൾ നമ്മളിടുമ്പോൾ അതന്നാണേലൊരു നമ്മൾ നല്ല ഫ്ലെയിമിലിട്ടാൽ ചെറിയൊരു ചുവ വരും. അതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിം ഇട്ട് മാത്രമേ ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇത് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടാണ് നമ്മളിതായിട്ട് വെച്ചിരിക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതും അതുപോലെ തന്നെ നമ്മൾ പച്ചമണം മാറുന്നിടം വരെ ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് അതിലേക്ക് പച്ചമുളക് കഴിഞ്ഞപ്പോൾ 4 പച്ചമുളകാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. 4 പച്ചമുളകും അത് നന്നായിട്ട് കീറി വെക്കണം കേട്ടോ. കീറി വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴന്ന് വരണം. അതിൻ്റെയും പച്ചമണം മാറണം. പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്യുവാണ്. 4 സവോളയാണ് നമ്മൾ അരിഞ്ഞിട്ടിരുന്നത്. ആ സവോള ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ വഴറ്റണം നന്നായിട്ട്. ഞാനിവിടെ ചെറിയ ഫ്ലെയിം ഇട്ട് തന്നെയാണ് വഴറ്റുന്നത്. നന്നായിട്ട് പെട്ടെന്ന് വഴരാൻ വേണ്ടി നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഉപ്പിടാറുണ്ട്. ഉപ്പിട്ടാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. നല്ലപോലെ 4 ഭാഗത്തും നല്ലപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിലിട്ട് വഴറ്റിയെടുത്താൽ കരിഞ്ഞും പോകില്ല. ആവശ്യത്തിന് പാകത്തിനുള്ള ഇതാകത്തുള്ളൂ. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഇത്തിരി നേരം വേവിക്കുക. പിന്നെ കണ്ടില്ല, ഏകദേശം ഇതുപോലെ വഴന്ന് കിട്ടണം. നന്നായിട്ട് വഴന്ന് വരണം. ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. എന്തെങ്കിലും ഇനി വേവാനുണ്ടെങ്കിൽ തന്നെ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഇതായിക്കോളും. നന്നായിട്ട് ഉള്ളി ഏകദേശം ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരണം. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉള്ളി വഴന്നിരിക്കുമ്പം അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിക്കിട്ടും. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുളക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ഞങ്ങളിവിടെ 1 സ്കൂപ്പ് മാത്രമേ മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് അടി പിടിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ചെയ്യരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ആണെങ്കിലും പിന്നെ ഒരു നമ്മൾ ഇറച്ചിക്കൊക്കെ എടുക്കുന്ന പോലെ ഇപ്പം നമ്മൾ 1 സ്കൂപ്പ് മുളക് പൊടി എടുത്തെങ്കിൽ 2 സ്കൂപ്പ് മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒന്നുകൂടെ കൊഴുപ്പും അതുപോലെ തന്നെ ടേസ്റ്റും ഒന്നുകൂടെ നന്നായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 1:2 റേഷ്യോയിലാണ് ആഡ് ചെയ്യേണ്ടത്. അതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
പിന്നെ അത് അതിൻ്റെ പച്ചമണം ഏകദേശം നമുക്കറിയാൻ പറ്റും. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് വെന്ന് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് നമുക്ക് ശരിക്കും ആണെങ്കിൽ സ്മെല്ലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ശേഷം നന്നായിട്ടാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അടുപ്പിറ്റും. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ അതിനകത്തോട്ട് ഇറച്ചി മസാല ആഡ് ചെയ്യണം. ഇറച്ചി മസാല 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. കാരണം എന്നാലേ അതിൻ്റെ ഒരു മണവും രുചിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് എല്ലുകറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഒരു മണമൊക്കെ ഇങ്ങനെ നിന്നാലേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കഴുകി വാരിയെടുത്ത് നന്നായിട്ട് കഴുകി വാരിയെടുക്കണം. കാരണം ഓൾറെഡി ഇതിന് നെയ്യ് കൂടുതലാണല്ലോ. അപ്പം കഴുകി വാരിയെടുത്ത വാരിയിൽ നമ്മളെടുത്ത് അടുപ്പിൽ വെക്കണം. അടുപ്പിൽ വെച്ചിട്ട് കാരണം ഇച്ചിരി നേരം അടുപ്പിൽ വെച്ച് ചൂടാക്കണം. കാരണം ചെറിയ തീയിൽ വെച്ചിട്ട്, കാരണം എന്നാലേ അതിനകത്തോട്ട് അതിൻ്റെ വെള്ളം ഇറങ്ങുമല്ലോ. അതിന് വേണ്ടിയാണ് ആദ്യമേ അങ്ങനെ വെക്കുന്നത്. അതൊന്ന് ഇളക്കി ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത അരപ്പെല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുത്തതിന് ശേഷം അതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഓൾറെഡി നമ്മൾ ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട്. തീയെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പം ഈ ഗ്രേവി എല്ലാം ഏകദേശം പീസയിലോട്ടാവുമല്ലോ. ആ പീസയിലോട്ടായി കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് പിന്നെ വേവിക്കുകയാണ് ചെയ്യാറ്. ഇതിനകത്ത് നമ്മളുണ്ടല്ലോ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർക്കത്തുള്ളൂ. കാരണം ഓൾറെഡി ഇറച്ചിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണെങ്കിലും ഒരുപാട് വെള്ളം നമ്മൾ ആഡ് ചെയ്യില്ല. ഈ ഗ്രേവി ജസ്റ്റ് കഴുകിയുള്ള ഇച്ചിരി വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. കാരണം അടിക്ക് പിടിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതായത് ഗ്രേവി എല്ലാം എല്ലാ ഭാഗത്തോടെ എത്തി അതിന് ശേഷം മാത്രം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് അത് കഴിഞ്ഞ് സാധാരണ നമ്മളാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ടാണെങ്കിൽ കുരുമുളക് പൊടി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, എരിവ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. അത് ഏകദേശം ഞങ്ങളാണ് 1 ടീസ്പൂൺ. പിന്നെ ആണെങ്കിൽ ചെറിയൊരു കായത്തിൻ്റെ കഷ്ണം, പിന്നെ മഞ്ഞൾപ്പൊടി ആദ്യം ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതിനകത്തെ വിഷാംശം അങ്ങനെയൊക്കെ ഇറങ്ങാൻ വേണ്ടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അരപ്പെടുത്ത പാത്രത്തിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം മാത്രം മതി, ഇച്ചിരി വെള്ളം മതി കേട്ടോ. ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. 1 ടീസ്പൂൺ മസാലക്കൂട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ ഞങ്ങൾ അത്രയും വെള്ളം മാത്രമേ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇറച്ചിയെക്കാട്ടി കുറവാണ് വെള്ളം നമ്മളെടുക്കുന്നത്. അങ്ങനെ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില അതിനകത്തോട്ട് നമ്മൾ നോർമലായിട്ട് ഇടുന്നതാണ്. പിന്നെ ഇച്ചിരി 1 തക്കാളിക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളിക്കയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് പിന്നെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് എല്ലാവരുടെയും പാകത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഉപ്പും ചിലരാണെങ്കിൽ ഉപ്പൊക്കെ കുറവല്ല യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് അളവ് പ്രത്യേകിച്ചില്ല. നമ്മൾ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് ഞങ്ങളിവിടെ ഇന്ദുപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പം അതിനാവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളം ചേർത്താലും ആ വെള്ളമാണെങ്കിൽ നമ്മുടെ കുക്കിൻ്റെ വിസിലിൻ്റെ അകത്തോട്ട് പുറത്ത് വരാൻ കൂടുതൽ ചാൻസാണ്. അപ്പം ഇറച്ചിയും അതിനനുസരിച്ച് ഇതിപ്പോൾ 1 കിലോയേ ഉള്ളൂ. 1 കിലോ ഞങ്ങളുടെ ഇതിനകത്ത് ആവശ്യത്തിന് കൊള്ളത്തക്ക പോലുള്ളതാണ്. അപ്പം ഏകദേശം ഇത്രയും ഗ്യാപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിന്. പിന്നെ ആണെങ്കിൽ ഇറച്ചിയാണെങ്കിൽ ഇത് ഏകദേശം ഞങ്ങളൊരു 5 വിസിൽ ഇട്ടാണ് നമ്മളാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയത്. പിന്നെ ഇച്ചിരി നേരം കൂടെ ആവിക്കിരുന്ന് വേവിക്കണം. നമ്മളാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ വെച്ച് വേവിക്കണം. നമ്മുടെ എല്ലുകറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് കപ്പയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ കുറവുകൾ കാണുമെന്നറിയാം. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.